ഹലോ എവ്രിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ മേരി ദുനിയാ കെ തമാം ബच्चे എന്ന് പറയുന്ന SLC ഹിന്ദിയിലെ ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് SLC എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസും മെയിൻ പോയിന്റ്സും ഒക്കെ ജസ്റ്റ് ഒരു 10 മിനിറ്റിൽ റിവൈസ് ചെയ്യുന്നു. അതാണ് ഈ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ പോയം എന്ന് പറയുന്നത് മേരി ദുനിയാ കെ തമാം ബच्चे എന്ന് പറയുന്ന കവിതയാണ്. അപ്പോൾ ഇതിൽ മെയിൻ പോയിന്റ്സുകളാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തേതാണ് മേരി ദുനിയാ കെ തമാം ബच्चे എന്നാണ് കവിതയുടെ പേര്. എഴുതിയത് അദ്നാൻ കഫിൽ ദർവേഷ് എന്ന് പറയുന്ന റൈറ്ററാണ്. ഓക്കെ, അദ്നാൻ കഫിൽ ദർവേഷ് എന്നാണ് റൈറ്ററിന്റെ പേര്. അത് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നോണം, കാരണം വരികൾ തന്നിട്ട് കവിതാക്കെ ലേഖ കോൻ ഹെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കവി കോൻ ഹെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഇനി കിസ് വിതാക്കി രചന ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവിത എന്നാണ് ആൻസർ. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ കവിതയിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഇതാണ്, അതായത് ലോകത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ നിലനിർത്തുന്നതിൽ കുട്ടികൾക്ക് പങ്കുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ മെയിനായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അതായത് കുട്ടികൾ എന്താണ് ശാന്തിയും സമാധാനവും ഒക്കെ നിലനിർത്താനായിട്ട് അവർ പരിശ്രമിക്കും എന്നുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് കവിയുടെ ഒരു ചിന്തകളാണ് നമ്മൾ ഈ ഒരു കവിതയിൽ കാണുന്നത്. ഇത് ഉള്ളതിൽ വെച്ച് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള പോയം ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതിൻ്റെ ആശയം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഈ കവിതയുടെ ഓരോ ലൈൻസിലും എന്താണ് പറയുന്നത് അതൊക്കെ നന്നായി മനസ്സിലാക്കിയിരുന്നാലാണ് ഇതിൽ നിന്ന് കുറച്ച് വരികൾ തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആദ്യം പറയുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്ന ഈ കവിതയിലെ വരികളും അതിൻ്റെ മീനിങ്ങുമാണ്. വോ ജമാ ഹോങ്കെ എക് ദിൻ ഓർ ഖേലേങ്കെ എക് സാഥ് മിൽക്കർ. അപ്പം കവി ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു യുദ്ധമൊന്നും അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഫ്യൂച്ചറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഭവിഷ്യകാലത്തെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. അപ്പം അവിടെ എന്താണ്, കുട്ടികളെല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടും. ഓർ ഖേലേങ്കെ എക് സാഥ് മിൽക്കർ, ഒരുമിച്ച് കളിക്കും. വോ സാഫ് സുന്ദരി ദിവാരോ പർ പെൻസിൽ കി നോക്ക് രഗടേങ്കി, അതായത് വൃത്തിയുള്ള ഭിത്തികളിൽ എന്താണ് പെൻസിലിന്റെ മുന കൊണ്ട് അവർ വരയ്ക്കും. വോ കുത്തോസെ ബത്യായെങ്കിൽ നായകളുടെ അടുത്ത് സംസാരിക്കും. ഓർ ബക്കരിയോസെ ഓർ ഹരെ ടിറ്റോസെ ഓർ ചീറ്റിയോസെ ബി, അതായത് എന്താണ് കുത്തെ ബക്കരി ടിറ്റെ ഓർ ചീറ്റിയോ, ഇതിന്റെ അടുത്തൊക്കെ എന്താണ് സ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിക്കാൻ അവർക്ക് സാധിക്കും. ഓക്കെ, ഇത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. വോ ദോടേങ്കി ബേദഹാഷ കബ ഓർ ധൂപ്കി മുസൽസൽ നിഗരാനിമ, അതായത് സ്വാതന്ത്ര്യത്തോടു കൂടി പുറത്തിറങ്ങി അവർക്ക് ഓടാനൊക്കെ പറ്റും. ഓർ ധർത്തി ധീരെ ധീരെ ഓർ ഫേൽത്തി ചലി ജായേഗി ഉൻകി പൈരോം കി പാസ്, അതായത് അവർക്ക് എന്താണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കിട്ടും. ഇനി അടുത്ത വരികളിലേക്ക് പോവുകയാണെങ്കിൽ ദേഖ്ന ഓ തുമാരി ടാങ്ക്യോമേം ഭാലു ബർദേങ്കി ഏക് ദിൻ, അതായത് എന്താണ് നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, മുതിർന്നവരുടെ അടുത്ത് പറയുന്നതാണ്. കുട്ടികൾ എന്താ പറയുന്നത്, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാങ്കുകളിൽ ഈ കുട്ടികൾ എന്ത് ചെയ്യും, ബാലു എന്ന മണൽ എന്നാണ്, മണൽ നിറയ്ക്കും. അതുപോലെ തന്നെ തുമാരി ബന്ധൂക്കോങ്കോ, നിങ്ങളുടെ തോക്കുകൾ എന്ത് ചെയ്യും, അവർ മണ്ണിൽ കുഴിച്ചു മൂടും. അതുപോലെ തന്നെ റോഡുകളിൽ ഗഡ്ഡ എന്ന് വെച്ചാൽ കുഴികൾ എന്നാണ്, കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെള്ളം നിറയ്ക്കും, അതിൽ കൈകൊണ്ടടിച്ച് കളിക്കും. വോ പ്യാർ കരേങ്കെ ഏക് ദിൻ ഉൻ സബ്സെ ജിൻസെ തുമ്നെ ഉന്നെ നഫ്രത് കർണ സിക്കായാ ഹെ, അതായത് നിങ്ങൾ ആരുടെ അടുത്താണോ ശത്രുത പുലർത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത് അവരെ കൂടി എന്ത് ചെയ്യും, കുട്ടികൾ സ്നേഹിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ശത്രുക്കളെ കൂടി അവർ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. വോ തുമാരി ദിവാരോമേ ഛേദ് കർദേങ്കി ഏക് ദിൻ, അവരെന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഭിത്തികളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ട് മറുവശത്തേക്ക് നോക്കാനായിട്ട് ശ്രമിക്കും. അതായത് എന്താണ്, നിങ്ങൾ ഒരു രാജ്യത്തിന്റെ അതിർത്തിയൊക്കെ ആയിട്ട് നമ്മൾ എന്താണ് വാൾസ് ബിൽഡ് ചെയ്യുമല്ലോ, അപ്പം അതിന്റെ മറുവശത്തേക്ക് നോക്കിയിട്ട് അവരെന്ത് മനസ്സിലാക്കും, അവിടെയുള്ളവർ എന്താണ് നമ്മളെ പോലെ തന്നെ സെയിം മനുഷ്യരാണെന്ന് അവർ മനസ്സിലാക്കും. വോ ഹവ ഓർ ധൂപ് കോ അപ്നെ ഗാലോം കെ ഗിർദ് മെഹസൂസ് കർണ ചാഹേങ്കെ, അതായത് എന്താണ് കാറ്റിനെയും വെയിലിനെയും ഒക്കെ സ്വാതന്ത്ര്യത്തോടു കൂടി പുറത്തിറങ്ങിയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓർ തും ഉസ്തിനുനെ നെഹി രോക് പാവുകെ, ആ ദിവസം എന്താണ് നിങ്ങൾക്ക് അവരെ തടയാനായിട്ട് സാധിക്കില്ല. ഏക് ദിൻ തുമാരെ മഹബൂസ് സരോസെ ബച്ചെ, ഒരു ദിവസം നിങ്ങളുടെ ഈ സുരക്ഷിതമായിട്ടുള്ള വീടുകളിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങും. അതുപോലെ തന്നെ മരങ്ങളിൽ ചെറിയ കൂടുകൾ ഉണ്ടാക്കും. പിന്നെ എന്താണ് ഗിൽഹരിയ എന്ന് അണ്ണാന്റെ ഒപ്പമൊക്കെ എന്താണ് അവർ വലുതാകും. അത് ഉദ്ദേശിക്കുന്ന ഇത്രയുള്ള അവർ നേച്ചറിനോട് കുറച്ചുകൂടി എന്താണ് പ്രകൃതിയോട് ചേർന്ന് അവർ ജീവിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ പറയുന്നതേ ഉള്ളൂ. തും ദേഖോगे जब वो हर चीज പുലട്ട് देंगे और ഉസെ ഓർ സുന്ദർ ബനാനേക്കില്ല, അതായത് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും എന്താണ് അവർ അതിൽ മാറ്റങ്ങൾ വരുത്തും, അതിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി. ഏക് ദിൻ മേരി ദുനിയാക്കെ തമാം ബച്ചെ ചീട്ടിയോ കീടോ നദിയോ മിൽക്കർ ദാവാ ബോലെങ്കി, അതായത് എന്താണ് അവർ ഈ യുദ്ധത്തിനൊക്കെ എതിരായിട്ട് അവർ പ്രതിഷേധിക്കും എന്നാണ് ഈ ഒരു കവിതയിൽ
പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കവിതയുടെ മീനിങ്. ജസ്റ്റ് നമ്മളൊന്ന് ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. കാരണം ഇതിപ്പോൾ ലെങ്തി കവിത ആയതുകൊണ്ട് ഇതിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും കുറച്ച് വരികൾ എടുത്ത് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി അടുത്തതായിട്ട് പറയുവാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ജസ്റ്റ് നോക്കി പോവാം. ഇതിനകത്ത് കവിതയിൽ നിന്ന് കുറച്ച് വരികൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് വൺ വേർഡ്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇനി അത് കൂടാതെ തന്നെ ഓക്കെ, ഈ പ്രയോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ, ഇതിനകത്ത് മെയിൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, മേരി ദുനിയാക്കെ തമാം ബച്ചെ കവിതയ്ക്ക് വിശ്ലേഷണാത്മക ടിപ്പണി ലിഖിയ. അതായത് ഈ കവിതയുടെ ആശയം എഴുതാനാണ്. അപ്പോൾ മിക്കവാറും എക്സാമിന് തരുന്ന പോർഷൻ കുറച്ച് വരികളായിരിക്കും. അപ്പോൾ അതിൻ്റെ ആശയം എഴുതാനായിരിക്കും നിങ്ങളുടെ അടുത്ത് ചോദിക്കുക. അപ്പോൾ എന്തായാലും ഈ കവിതയുടെ മൊത്തം അറിഞ്ഞിരുന്നാലാണ് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് വരികൾ തന്നിട്ട് അല്ലെങ്കിൽ മീനിങ് തന്നിട്ട് ഈ മീനിങ് വരുന്ന വരികൾ എടുത്ത് എഴുതാൻ പറഞ്ഞൊക്കെ എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഉള്ളതിൽ വെച്ച് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പോയമാണ് എങ്കിലും മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ലൈൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഡയറക്റ്റ് എഴുതാൻ പോയിന്റ്സുകൾ കിട്ടും. ഓക്കെ, ഇനി അടുത്ത പാഠം എന്ന് പറയുന്നത് ഓക്കെ ക്രിക്കറ്റിൻ്റെതാണ്, വൈറ്റ് ക്യാപ്പ് ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.